കേരളം എന്തെന്നറിയാതെ മലയാളികളുടെ നാവിന്റെ മൂർച്ച അറിയാതെ കേരളത്തിലെത്തിയാൽ രാഹുൽ ഗാന്ധി അല്ല ആരായാലും ചമ്മും. അങ്ങനെ ഒരു സംഭവം ഹാപ്പൻ ലാസ്റ്റ് വീക്ക് ഇൻ കേരള. കഴിഞ്ഞ ആഴ്ച ഒരു പരിപാടിക്കിടയിലാണ് രാഹുൽ ഗാന്ധി ഒരു ചോദ്യം കാണികൾക്ക് ഇട്ടുകൊടുത്തത്. ചോദ്യം ഇതായിരുന്നു: രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉടനെ കൊടുത്തില്ലേ ഒരു മലയാളി സഹോദരൻ നല്ല ഉഗ്രൻ മറുപടി: അവരെല്ലാരും മഹാകള്ളന്മാരാണ്. കൊട്ടു കിട്ടിയ പോലെ ഞെട്ടിത്തെറിച്ച് ഒരു ഫ്യൂ സെക്കൻഡ്സ് നിന്നെങ്കിലും രാഹുൽജി വിട്ടുകൊടുത്തില്ല. ആ പറഞ്ഞത് വിശദമാക്കണം എന്നായി. എന്തായാലും എല്ലാത്തിനൊടുവിൽ സഹോദരാ, എല്ലാ രാഷ്ട്രീയക്കാരും മോശക്കാരല്ല എന്ന് പറഞ്ഞ് രാഹുൽജി വാക്കുകൾ ഉപസംഹരിച്ചു. ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ. ഇനിയുമുണ്ട് വർത്തമാനങ്ങൾ പറയാനായി. പക്ഷേ ആദ്യം പാട്ട്, പിന്നെയാണ് ടോക്ക്. It happens only in India. കേരളത്തിൽ 1 രൂപ കൊടുത്താലേ 1 കിലോ അരി കിട്ടും അല്ലെ? പക്ഷെ അങ്ങ് തമിഴ്നാടുവിൽ ചെന്നാല് 1 രൂപയ്ക്ക് അരിയും ഉഴുന്നും ഒക്കെ കൂട്ടി അരച്ചുണ്ടാക്കിയ ലക്ഷണമൊത്ത ഇഡ്ഡലികൾ കിട്ടും. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഡയലോഗ് ബോംബുകൾ എറിയുന്ന പുരട്ചി തലൈവിയുടെ പുതിയ 1 രൂപയ്ക്കുള്ള ഇഡ്ഡലി പദ്ധതി സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരിക്കാണ് അങ്ങ് ചെന്നൈയിൽ. ഇത് പാവപ്പെട്ടവർക്ക് പോഷകാഹാരം ഉറപ്പുവരുത്താനാണ് തുടങ്ങിയത്. പക്ഷേ ഇപ്പൊ പൈസക്കാരും ഈ ഇഡ്ഡലിക്ക് പിന്നാലെയാണ്. ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ ചെന്നൈ. അങ്ങനെ ഇഡ്ഡലികൾ എറിഞ്ഞ് ജയലളിതാമ്മ അടുത്ത ഇലക്ഷനിലും വോട്ടുകൾ പെറുക്കി എടുക്കും എന്നുറപ്പായി. 1 രൂപയ്ക്ക് ഇഡ്ഡലി കഴിക്കൂ, 1000 വോട്ടുകൾ തന്ന് വിജയിപ്പിക്കൂ. വാട്ട് ആൻ ഐഡിയ അമ്മ. നമ്മുടെ കേരളത്തിൽ 1 രൂപയ്ക്ക് അരിയല്ലാതെ എന്തൊക്കെ കിട്ടും? അല്ല, എന്തെങ്കിലും കിട്ടുമോ? ഈ ചോദ്യവുമായിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഉത്തരങ്ങളുമായി തിരിച്ചു വരും മുൻപ് ഇടവേളകൾ ആനന്ദകരമാക്കാൻ വരുന്നുണ്ട്. യുവർ ഫേവറേറ്റ് സോങ്സ് ഓൺ യുവർ ഫേവറേറ്റ് ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. It happens only in India. തമിഴ്നാട്ടിൽ 1 രൂപയ്ക്ക് കിട്ടും നല്ല ചൂടൻ ഇഡ്ഡലി വിത്ത് ചട്നി ആൻഡ് സാമ്പാർ. പക്ഷേ നമ്മുടെ കേരളത്തിൽ 1 രൂപയ്ക്ക് എന്തൊക്കെ കിട്ടും? കേരളത്തിൽ കോലുമിഠായി പോലും കിട്ടൂല. കേരളത്തിൽ മിഠായി കിട്ടും, വേറെ കിട്ടും. കേരളത്തിൽ 1 രൂപയ്ക്ക് ഒന്നും കിട്ടില്ല. ഇവിടെ 1 രൂപ ഭിക്ഷക്കാർ പോലും എടുക്കുന്നുണ്ട്. കേരളത്തിൽ 1 രൂപയ്ക്ക് ഇഞ്ചി മിഠായി കിട്ടും. കേരളത്തിൽ 1 രൂപ ഇപ്പൊ എന്താ നടക്കുക? ഒന്നും നടക്കില്ല. കേരളോ ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യ ആണ് നിങ്ങൾ കേൾക്കുന്നത്. വിത്ത് യുവർ RJ ദോസ് പൂജ ഓൺ ക്ലബ് FM. ടൺ കണക്കിന് ഫൺ. It happens only in India. പറഞ്ഞു തീരും മുമ്പ് സമയം ദാ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഇച്ചിരി സമയത്തിനുള്ളിൽ here comes a കുട്ടി റീപ്ലേ ഓഫ് ഇന്നത്തെ It happens only in India. 1ാം ക്ലാസ്സിൽ ചേരണമെങ്കിൽ ഇനി ആധാർ കാർഡ് വേണം. ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രിക്ക് കിട്ടിയ പരാതികളുടെ മൊത്തം തൂക്കം 30 കിലോയിൽ കൂടുതൽ. ബണ്ടി ചോറിനെ കുറിച്ച് മലയാളത്തിൽ സിനിമ വരാൻ പോകുന്നു. ഹേമമാലിനിയുടെ കവിൾ പോലത്തെ റോഡുകൾ UPയിൽ പണിയും എന്നൊന്ന് പറഞ്ഞുപോയി UP മിനിസ്റ്റർ രാജാറാം പാണ്ഡെ. അതോടെ കക്ഷിയുടെ ക്യാബിനറ്റ് കസേര ഡിം. കഴിഞ്ഞ ആഴ്ച ഒരു പരിപാടിക്കിടയിലാണ് രാഹുൽ ഗാന്ധി ഒരു ചോദ്യം കാണികൾക്ക് ഇട്ടുകൊടുത്തത്. ചോദ്യം ഇതായിരുന്നു: രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉടനെ കൊടുത്തില്ലേ ഒരു മലയാളി സഹോദരൻ നല്ല ഉഗ്രൻ മറുപടി: അവരെല്ലാരും മഹാകള്ളന്മാരാണെന്ന്. കേരളത്തിൽ 1 രൂപ കൊടുത്താലേ 1 കിലോ അരി കിട്ടും അല്ലെ? പക്ഷെ അങ്ങ് തമിഴ്നാടുവിൽ ചെന്നാല് 1 രൂപയ്ക്ക് അരിയും ഉഴുന്നും ഒക്കെ കൂട്ടി അരച്ചുണ്ടാക്കിയ ലക്ഷണമൊത്ത ഇഡ്ഡലികൾ കിട്ടും. സോ അടുത്ത ആഴ്ചയിൽ സൺഡേ മോർണിംഗ് ഷാർപ്പ് at 10 AM നമ്മൾ വീണ്ടും ഹായ് പറയും ക്ലബ് FMലെ ഇറ്റ് ഹാപ്പൻസ് ഓൺലി ഇൻ ഇന്ത്യയിലൂടെ. അതുവരെ ഇന്ത്യയിൽ എന്തും സംഭവിക്കാം.